ശീതീകരിച്ച ഹോട്ടൽ മുറിക്കുള്ളിൽ എബിയുടെ കരവലയത്തിനുള്ളിൽ ഞെരിഞ്ഞമരുമ്പോൾ സ്റ്റെല്ലയുടെ ശരീരം വിറച്ചു. എ സിയുടെ തണുപ്പും അവൻ്റെ തലോടലും തരുന്ന സുഖവും അവളെ കോരിത്തെരിപ്പിച്ചു. ദേഹം മൊത്തം അവൾക്ക് കുളിർന്നു. എബി, പതുക്കെ ചെയ്യടാ, എനിക്ക് നല്ല വേദന തോന്നുന്നു. എത്ര ദിവസം കാത്തിരുന്ന് കൊതിച്ചു കൊതിച്ചു കിട്ടിയതാ നിന്നെ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എബി അവളുടെ ചുണ്ടുകൾ നുകർന്നു. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തെ തേടി അലഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശത്തോടെ പുണർന്നു. 5 മാസം മുൻപാണ് എബിയും സ്റ്റെല്ലയും പരിചയപ്പെട്ടത്. ദുബായിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് അവർ. 2 പേർക്കും നാട്ടിൽ കുടുംബമുണ്ട്. പക്ഷെ അവിചാരിതമായി രണ്ടാളും അടുത്തുപോയി. നാട്ടിലെ തങ്ങളുടെ പങ്കാളിയെ മറന്ന് ഇരുവരും ഒരുമിച്ച് കിടക്ക പങ്കിട്ട് കഴിഞ്ഞു. അതിൽ അവർക്ക് കുറ്റബോധമൊന്നും തോന്നിയില്ല. എബി, ഇന്നത്തേക്ക് മതിയടാ, എനിക്കിനി നിന്നെ താങ്ങാൻ വയ്യ. എൻ്റെ ഭർത്താവ് പോലും ഒരു ദിവസം ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നിന്റെ ഭർത്താവിന് എൻ്റെ അത്ര സ്റ്റാമിന കാണില്ല, എബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിപ്പോൾ എത്ര പ്രാവശ്യം ആയെന്നാണ് നിന്റെ വിചാരം? 4 ആയുള്ളൂ. സാധാരണ 5-6 റൗണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നീയാണ്. എൻ്റെ ഭാര്യ പോലും ഒരെണ്ണം കഴിയുമ്പോൾ തളരും. പിന്നെ 2 ദിവസത്തേക്ക് നോക്കണ്ട. ഞാൻ അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഇന്നൊരു റൗണ്ട് കൂടി പറ്റൂല, ഞാൻ തളർന്നു. എങ്കിൽ നീ റെസ്റ്റ് എടുക്ക് സ്റ്റെല്ല, എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കടാ. സ്റ്റെല്ല കെഞ്ചി. എബി അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബെഡിൽ കിടന്നു. നീ ലീവിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തടിച്ചു, അതാണ് പെട്ടെന്ന് ഈ ക്ഷീണം വന്നത്. അത് ഞാനും വിചാരിച്ചു. നിന്റെ ഭർത്താവിന് നിന്നെ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങേർക്ക് ഞാൻ ഇവിടെ നയിക്കുന്ന കാശ് മാത്രം മതി. നാട്ടിൽ ചെന്നിട്ട് നേരാവണ്ണം തൃപ്തിപ്പെടുത്താൻ അങ്ങേർക്ക് വയ്യ. പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞ് അയാൾ നീ എന്തിനാ കൊണ്ടു നടക്കുന്നത്? നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ പേരിനൊരുത്തിനുള്ളത് നല്ലതാ. അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനും ആരെങ്കിലും വേണ്ടേ? ഒരു മോള് വളർന്നു വരുന്നതല്ലേ. നല്ല ശമ്പളം ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ജോലി വിടാൻ പറ്റില്ലെന്ന് അങ്ങേർക്കറിയാം. അയാൾക്ക് എന്തായാലും മാസം എൻ്റെ പകുതി ശമ്പളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് നിന്നോളും. നിന്റെ ഭർത്താവ് ഒരു മണ്ണുണ്ണി ആയതുകൊണ്ട് എനിക്ക് നിന്നെ ഇങ്ങനെ എൻ്റെ കിടക്കയിൽ കിട്ടിയത്. എൻ്റെ ഭർത്താവ് തരാത്ത സുഖം നീ എനിക്ക് തരുന്നുണ്ട്. പക്ഷേ നിന്റെ ഭാര്യയ്ക്ക് എന്താ കുറവ്? വെറുതെ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാനല്ലാതെ അവളെ കൊണ്ട് വേറെ ഒന്നിനും കൊള്ളില്ല. നീ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കി എല്ലാം ചെയ്യും. അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടമായേ? എബി അവളുടെ കവിളിൽ മെല്ലെ കടിച്ചു. വേദന എടുത്തതും അവൾ അവൻ്റെ പുറത്ത് നല്ലൊരടി വെച്ചു കൊടുത്തു. എബിയും സ്റ്റെല്ലയും ഗൾഫിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. എബിക്ക് കുട്ടികളില്ല. തങ്ങളുടെ ജീവിത പങ്കാളിയെ ചതിച്ച് ഇരുവരും ദുബായിൽ അടിച്ചു പൊളിച്ച് നടന്നു. നാട്ടിലുള്ള അവരുടെ പങ്കാളികൾ അതൊന്നും അറിഞ്ഞില്ല. എബിയും സ്റ്റെല്ലയും ഇപ്പോൾ 2 സ്ഥലത്ത് താമസിക്കുന്നതിന് പകരം ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്നും തങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന ധാരണയായിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് താമസം തുടങ്ങി. എബിക്ക് നാട്ടിൽ പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു ഭോഗവസ്തു മാത്രമാണ് ഭാര്യ റോസി. പ്രത്യേകിച്ചൊരു കഴിവില്ലാത്ത ഭർത്താവിനെ പേരിന് കൊണ്ടു നടക്കുകയാണ് സ്റ്റെല്ലയും. അവർ ഇരുവരും തങ്ങളെ ചതിക്കുന്നതറിയാതെ സ്റ്റെല്ലയുടെ ഭർത്താവ് അവളെയും എബിയുടെ ഭാര്യ റോസി അവനെയും സ്നേഹിച്ചു. സ്റ്റെല്ലയുമായി ബന്ധം തുടങ്ങിയതിനു ശേഷം എബിയുടെ നാട്ടിൽ പോക്ക് കുറഞ്ഞു. സ്റ്റെല്ലയും പിന്നെ പോകാതെയായി. വർഷത്തിൽ ഒരിക്കൽ ഒരാഴ്ച മാത്രം ലീവെടുത്ത് പോയി തല കാണിച്ചു വരുന്നത് പതിവായി. വർഷത്തിൽ 2 മാസം ലീവിന് വരുന്ന അവരെയും കാത്തിരിക്കുന്ന അവരുടെ പങ്കാളിക്ക് അത് വളരെ വിഷമമുണ്ടാക്കി. 1 വർഷത്തിൽ ആകെ ഒരാഴ്ച മാത്രമാണ് സ്റ്റെല്ലയുടെ ഭർത്താവ് തോമസിന് അയാളുടെ ഭാര്യയെ അടുത്ത് കിട്ടുന്നത്. അതുപോലെ എബിയുടെ ഭാര്യ റോസിക്കും 365 ദിവസത്തിൽ 7 ദിവസം മാത്രമാണ് അവനെ കിട്ടുന്നത്. അവൻ വന്നു പോകുന്ന ഓരോ വരവിലും ഒരു കുഞ്ഞിനെ ഈ വരവിലെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് റോസി കഴിഞ്ഞിരുന്നത്. 2 മാസം കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ഇപ്പോൾ 2 ആഴ്ച പോലും തൻ്റെ കൂടെ തികച്ചില്ലല്ലോ എന്ന കാര്യം റോസിയെ വേദനിപ്പിച്ചു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നാട്ടിൽ എബിയുടെ അമ്മയ്ക്ക് മകൻ്റെ ഈ പെരുമാറ്റത്തിൽ സംശയം തോന്നി. തൻ്റെ ഭർത്താവിനെ പോലെ മകനും അന്യ സ്ത്രീയോട് ചൂട് തേടി പോയോ എന്നൊരു ഉൾവിളി അവർക്ക് തോന്നി. അങ്ങനെയെങ്കിൽ മകൻ്റെ കുടുംബജീവിതവും തകരും. തൻ്റെ അവസ്ഥ റോസിക്ക് വരരുതെന്ന് ആ അമ്മ ആഗ്രഹിച്ചു. മകൻ്റെ ജീവിതം നേരിൽ കണ്ട് ബോധ്യപ്പെടണമെന്ന് കരുതി റോസിയോട് വേളാങ്കണ്ണിക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് അവർ ദുബായിക്ക് വിമാനം കയറി. എബിയുടെ അമ്മ സിസിലിയുടെ ആങ്ങളെയാണ് അവന് ദുബായിൽ ജോലി ശരിയാക്കി കൊടുത്തത്. ആങ്ങള പ്രവാസം മതിയാക്കി വന്നെങ്കിലും മുൻപ് ഒരുപാട് തവണ വിസിറ്റിംഗ് വിസയിലൊക്കെ അവിടെ പോയിട്ടുള്ളത് കൊണ്ട് സിസിലിക്ക് ദുബായിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടായിരുന്നില്ല. അവിടെ തൻ്റെ പരിചയത്തിലുള്ള ഒരാൾ വഴി സിസിലി വിസ ഒപ്പിച്ചു. എബിയെക്കുറിച്ച് മറ്റാരോടും അന്വേഷിക്കാൻ പറയാൻ അവർക്ക് ധൈര്യം പോരായിരുന്നു. അവനെപ്പറ്റി അവർ മോശമായി എന്തെങ്കിലും അറിഞ്ഞാൽ തനിക്കത് നാണക്കേടാണ്.
അങ്ങനെ കാത്തിരുന്നൊടുവിൽ സിസിലി ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങി. വന്ന ഉടനെ തന്നെ സിസിലി പോയത് മകൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്കാണ്. അന്ന് ലീവ് ദിവസം ആയതുകൊണ്ട് എബി സ്റ്റെല്ലയെ കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോഴാണ് ഡോർ ബെൽ കേട്ടത്. ഉറക്കച്ചടവോടെ അവൻ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറക്കുമ്പോൾ കണ്ടത് തൻ്റെ അമ്മയെയാണ്. പ്രതീക്ഷിക്കാതെ അമ്മയെ അവിടെ കണ്ട് എബി ശക്തിയായി ഞെട്ടിപ്പോയി. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ അമ്മ എന്താ ഇവിടെ? അമ്മ എങ്ങനെ ഇവിടെ എത്തി? ഞെട്ടൽ മറച്ചു വെച്ച് അവൻ ചോദിച്ചു. സിസിലി ഒന്നും മിണ്ടാതെ എബിയെ തള്ളി മാറ്റി അകത്തേക്ക് കയറി. ആരാ എബി വന്നത്? അപ്പോഴാണ് ബെഡ്റൂമിൽ നിന്നും സ്റ്റെല്ല അതും ചോദിച്ചുകൊണ്ട് ഇറങ്ങി വന്നത്. എബി നടുങ്ങിപ്പോയി. അമ്മ തന്നെ സംശയം തോന്നിയിട്ടാണ് ഇവിടെ വന്നതെന്ന് അവൻ ഉറപ്പായി. സ്റ്റെല്ലയെ നേരിൽ കണ്ടതുകൊണ്ട് ഇനി തനിക്കൊന്നും പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഹാളിൽ നിൽക്കുന്ന സിസിലിയെ കണ്ട് സ്റ്റെല്ലയ്ക്ക് അതവൻ്റെ അമ്മയാണെന്ന് മനസ്സിലായി. അവൻ അവൾക്ക് അവരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നീ ഇവിടെ ഭാര്യയുടെ കുറവ് നികത്താൻ ഒരുത്തിയെ കൂടെ പൊറപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണല്ലേ നാട്ടിലേക്ക് വരാത്തത്? നീ ഇവിടെ കിടന്ന് സമ്പാദിച്ചത് മതി. മര്യാദയ്ക്ക് ഇവിടെ തീർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് തീർത്തിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നാട്ടിലേക്ക് വന്നോണം. മതി നിന്റെ ഇവിടുത്തെ സേവനം. നിന്റെ തന്ത പോയ വഴിയെ പോകാനാണ് തീരുമാനമെങ്കിൽ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ റോസിക്ക് എഴുതി കൊടുക്കും. സിസിലി പറഞ്ഞത് കേട്ട് എബി ഞെട്ടി നിൽക്കുമ്പോൾ അവർ അവൻ്റെ ചെകിട്ടിൽ ഒരെണ്ണം പൊട്ടിച്ചു. ശേഷം വന്നതുപോലെ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സ്റ്റെല്ലയെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല അവർ. അമ്മ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ ഒരാഴ്ച പോലും വൈകാൻ നിൽക്കാതെ അവൻ ജോലി രാജിവെച്ച് സ്റ്റെല്ലയോട് ബൈ പറഞ്ഞ് തനിക്ക് തൻ്റെ അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയി. മകനെ തിരിച്ചു കിട്ടിയതിൽ സിസിലിക്കും ഭർത്താവിനെ അടുത്ത് കിട്ടിയതിൽ റോസിക്കും സന്തോഷമായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.